രേണുവും ബിന്നിയും തമ്മിലുള്ള ഡിബേറ്റിൽ രേണു തകർത്തു എന്ന് വേണം പറയാൻ. കിഡുമായിട്ട് തന്നെ രേണു സംസാരിച്ചു. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്, അത് ഞാൻ പറയാം. ബിന്നിയും രേണുവും തമ്മിലുള്ള ഡിബേറ്റ് ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ലൈവിൽ കഴിഞ്ഞിരിക്കുകയാണ്. ഇവരുടെ ടോപ്പിക്ക് രേണു പറയേണ്ടത് ശുചിത്വം സാഹചര്യത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ന് രേണു വാദിക്കുക. നേരെ മറിച്ച് ബിന്നി സാഹചര്യവും ശുചിത്വവും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല എന്ന് പറഞ്ഞ ടോപ്പിക്കിലാണ് ബിന്നി വാദിക്കേണ്ടത്. ബിന്നിയാണ് ആദ്യം സംസാരിച്ചത്. പക്ഷേ ഇവർ രണ്ടുപേരും സംസാരിച്ചത് വളരെ പേഴ്സണലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതുപോലെയാണ് തോന്നിയത്. ബിന്നി പേഴ്സണലായിട്ട് രേണുവിൻ്റെ കാര്യങ്ങളെടുത്ത് സംസാരിക്കുകയും അതുപോലെ തന്നെ രേണുവിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ സംസാരിക്കുകയുമാണ് ചെയ്തത്. രണ്ടുപേരും ഒരു ടോപ്പിക്കിൽ നിന്ന് വിട്ടുമാറി വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം ബിന്നിയാണ് സംസാരിച്ചത്. ബിന്നി രേണുവിൻ്റെ മുടി കെട്ടിവെക്കുന്നതിനെ പറ്റിയും കാല് പൊട്ടുന്നതിനെ പറ്റിയും രോഗിയാകുന്നതിനെ പറ്റിയും കുളിക്കാത്തതിനെ പറ്റിയുമൊക്കെയാണ് ബിന്നി രേണുവിനെ പറ്റി സംസാരിച്ചത്. അതുപോലെ തന്നെ പൗഡർ ഇടുന്നതിലും മേക്കപ്പ് ചെയ്യുന്നതിലുമാണ് രേണു ചേച്ചി മുൻഗണന കൊടുക്കുന്നത്. അതിന് പകരമായിട്ട് കുറച്ച് ക്ലീൻനെസ്സിനും കൂടെ സമയം കണ്ടെത്തി അത് ചെയ്യണമെന്നാണ് ബിന്നി പറയുന്നത്. പക്ഷേ സാഹചര്യവും ശുചിത്വവും തമ്മിൽ യാതൊരുവിധ ബന്ധമില്ലെന്നാണ് വാദിക്കേണ്ടത്. അതിന് പകരം ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങളാണ് ബിന്നി അവിടെ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞാണ് രേണു സംസാരിക്കുന്നത്. രേണു സംസാരിച്ചപ്പോൾ ആദ്യം കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അവസാനം ടോപ്പിക്കിലേക്ക് ചെറുതായിട്ടെങ്കിലും വരുന്നുണ്ട്. ക്ലൈമാക്സിൽ ടോപ്പിക്കിനെ പറ്റി പറഞ്ഞാണ് രേണു നിർത്തുന്നത്. പക്ഷേ തുടങ്ങിയപ്പോൾ നേരെ അനുമോളെയാണ്, മൊത്തം ഫയറിങ് അനുമോളയായിരുന്നു. അനുമോൾ ഇങ്ങനെ പറഞ്ഞു, ആക്ഷൻ കാണിച്ച് പേൻ അരിച്ചരിച്ചരിച്ച് ഇറങ്ങി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അനുമോൾ രേണുവിനെ പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് രേണുസുതി ആദ്യം ഒരു 2 മിനിറ്റുള്ളതിൽ 1.25 മിനിറ്റും അവിടെ പറഞ്ഞത്. അത് മുടിയുടെ എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ടല്ലോ രേണുസുതി. അപ്പോൾ എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ട് തലയിൽ പേൻ പോലെ ഇരിക്കുന്ന അത് എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണെന്നാണ് പറഞ്ഞത്. പേൻ പോലെ എന്തോ ഒരു തരി പോലത്തെ ഒരു സാധനം തലയിലുണ്ട്. അപ്പോൾ അതായിരിക്കാം ചിലപ്പോൾ തലയിൽ വന്നിരുന്നത്. അത് കണ്ടിട്ടാണ് അനുമോളത്തെ പേൻ ഇങ്ങനെ അരിച്ചരിച്ച് ഇങ്ങനെ ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞ് ആക്ഷൻ സഹിതം കാണിച്ച് എന്നെ പറഞ്ഞത് എന്ന് പറഞ്ഞ് അനുമോളെ അങ്ങ് ഫയറിംഗ് ആയിരുന്നു 1.25 മിനിറ്റ്. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം കുറച്ച് 1-2 പോയിന്റ് പറയുന്നുണ്ട്. അതായത് വെള്ളം ഇപ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ കുളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് സാഹചര്യത്തെ ആയല്ലോ നമ്മുടെ വൃത്തി. അതുപോലെ ഇപ്പോൾ കുളത്തിൽ കുളിക്കാൻ പോയി കഴിഞ്ഞാൽ നീന്താൻ അറിയാത്തവർക്ക് അവിടെ കുളിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ അവസാനം 1-2 പോയിന്റുകൾ പറഞ്ഞ് രേണുസുതി ആ ഒരു ടോപ്പിക്കിലേക്ക് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് പോയി എന്ന് പറയാം. പക്ഷേ അനുവിനെ തകർത്ത് കളഞ്ഞു എന്ന് തന്നെ വേണം. അതാണ് ഞാൻ പറഞ്ഞത്. രേണുസുതി അത്യാവശ്യം നല്ല രീതിക്ക് ഇതിനകത്ത് സംസാരിച്ചു എന്നുള്ളത്. ഈ ഡിബേറ്റ് ടാസ്കിലെ ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചില്ലെങ്കിലും അനുവിനിട്ട് നന്നായിട്ട് ഫയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവസാന വിധികർത്താക്കൾ രേണു ജയിച്ചതായിട്ടാണ് പ്രഖ്യാപിച്ചത്. രണ്ടുപേരുടെയും ഈ ഒരു വാക്കുവാദത്തിൽ ജഡ്ജസ് തൃപ്തരല്ല എന്ന് തന്നെയാണ് അനീഷ് 4 പേരുടെ ഒപ്പീനിയനായിട്ട് പറഞ്ഞത്. പക്ഷേ ഒരാളെ സെലക്ട് ചെയ്യാൻ ബിഗ് ബോസ് പറഞ്ഞതുകൊണ്ട് മാത്രം രേണുവിനെ സെലക്ട് ചെയ്യുന്നു എന്നും അനീഷ് അവിടെ വ്യക്തമാക്കി. ഈ ഡിബേറ്റ് നിങ്ങൾ ലൈവിൽ കണ്ടവരാണെങ്കിൽ ഇവരിൽ ആരാണ് ഏറ്റവും നന്നായിട്ട് സംസാരിച്ചതെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.